ഒരു വ്യക്തിയുടെ ജീവിതകാലത്തും അയാളുടെ മരണശേഷവും ലോകമാധ്യമങ്ങൾ അയാളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ലോകം അയാളെ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ, അയാൾ നായകനാണോ പ്രതിനായകനാണോ? പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല, ഇറാൻ്റെ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമനയിയെക്കുറിച്ചാണ്. ആരായിരുന്നു ആയത്തുള്ള അലി ഖമനയി? നമുക്കൊന്ന് പരിശോധിക്കാം. 1935 ഇറാനിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഖമനയി പിന്നീട് 1971 ഇറാൻ വിപ്ലവത്തിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. ആയത്തുള്ള ഖുമൈനിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു ആയത്തുള്ള അലി ഖമനയി. 1981 ഇറാൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറുന്നു. നീണ്ട 8 വർഷ കാലയളവിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിലാണ് പാശ്ചാത്യ ലോകത്തോട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിദ്വേഷമുണ്ടാകുന്നത്. പഹ്ലവി ഭരണകൂടത്തിലെ നീചമായ പ്രവർത്തനങ്ങളെയും പാശ്ചാത്യ അധിനിവേശത്തെയും ഒക്കെ എതിർത്ത ഖമനയിയെ നാടുകടത്തപ്പെടുകയും പലതവണ പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് 1979 ഇറാൻ വിപ്ലവം വിജയിച്ചതോടുകൂടിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. നീണ്ട 8 വർഷത്തെ ഭരണത്തിന് കീഴിലാണ് ലോകം ഖമനയി എന്ന പാശ്ചാത്യ വിരുദ്ധനെ തിരിച്ചറിയുന്നത്. 1989 മുതൽ 2026 വരെയുള്ള നീണ്ട 36 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു ഇസ്രായേലിനോടും അമേരിക്കയോടും അദ്ദേഹത്തിനുള്ള വെറുപ്പ്. ഇടത് കൈകൊണ്ട് ഹസ്തദാനം ചെയ്യുന്ന നേതാവ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ കഴിയാത്ത നേതാവ്, വളരെ ലളിതമായ ജീവിതം നയിച്ച നേതാവ്, കുടുംബജീവിതത്തെക്കുറിച്ച് തുറന്നു പറയാത്ത നേതാവ്, ഇതൊക്കെയായിരുന്നു ലോകം കണ്ട ആയത്തുള്ള അലി ഖമനയി. ഒരു ശക്തിക്കും എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാത്ത കരുത്ത്, ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കഴിയുന്ന ആർജവം, നയതന്ത്ര മേഖലയിലെ ഏറ്റവും നല്ല വ്യക്തിപ്രഭാവം, ഏതൊരാൾക്കും മാനസികമായി അടുപ്പം തോന്നുന്ന പൗരുഷം, ആശയാദർശങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാത്ത നേതൃപാടവം, ഇതായിരുന്നു ആയത്തുള്ള അലി ഖമനയി. ഇതൊക്കെ ആയിരുന്ന ആയത്തുള്ള അലി ഖമനയി പിന്നീട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബദ്ധശത്രുവായി മാറാനുള്ള കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ അമേരിക്കയോടുള്ള വിദ്വേഷം നമുക്കറിയാം. അത് തന്നെയായിരുന്നു ഒന്നാമത്തെ കാരണവും. രണ്ടാമതായി അമേരിക്ക പറഞ്ഞ പ്രധാന കാരണം അണുവായുധം വികസിപ്പിച്ചു എന്നുള്ളതാണ്. 2026 ഇറാൻ്റെ അണുവായുധ മേഖലകളെ മുഴുവൻ അമേരിക്ക തകർക്കുകയുണ്ടായി. ആയത്തുള്ള അലി ഖമനയി ആ ഒരു ദൗത്യത്തിൽ വിടവാങ്ങുകയും ചെയ്തു. മൂന്നാമത്തെ കാരണമായിട്ട് പറയാൻ കഴിയുന്നത് ഇറാൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗങ്ങളാണ്. തീവ്ര നിലപാടുള്ള ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒരുമിച്ച് നിർത്തി എന്നുള്ളത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുകയുണ്ടായി. അവസാനമായിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിക്കാനുള്ള കാരണം തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ ഓർത്താണ് എന്ന് നെതന്യാഹു പറയുകയുണ്ടായി. എങ്കിലും ഒന്ന് പറയാം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അനിവാര്യമായ യുദ്ധങ്ങൾ പലപ്പോഴും ശാന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ധാരാളം പിഞ്ചുമക്കളെയും നിസ്വാർത്ഥരായ ആളുകളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അമേരിക്കയുടെയും ഇറാൻ്റെയും യുദ്ധം അവസാനിക്കും. അവസാനിച്ചതിന് ശേഷം ഒരു ചോദ്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ടാവും: ആയത്തുള്ള അലി ഖമനയി നായകനാണോ പ്രതിനായകനാണോ? ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക.